പൊതുവെ വേദങ്ങളാണ് സനാതനധർമ്മ വിശ്വാസികളുടെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നുണ്ട്. വേദമൊഴിച്ച് ഏത് ഗ്രന്ഥത്തിലെ വിരുദ്ധമായ പരാമർശങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർ പൊതുവെ പറയുന്നത് ഇതൊന്നും ഞങ്ങളുടെ ഗ്രന്ഥമല്ല, അതിനെയൊന്നും ഞങ്ങൾ പ്രധാനമായി പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെയെല്ലാം തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വേദത്തിലുള്ളത് കൊണ്ടുവരൂ, വേദം മാത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം, അതിലുള്ളതിന് യാതൊരു തെറ്റുമില്ല, അതിനകത്തുള്ളത് ദൈവപ്രോക്തമായ കാര്യങ്ങളാണ്, അതിനകത്ത് സയൻസാണ് എന്നെല്ലാം വളരെ അഭിമാനത്തോടുകൂടി തന്നെ സനാതനധർമ്മ വിശ്വാസികൾ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നത് എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. വേദത്തിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന് അഭിമാനപൂർവം പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ചാർവാകന്റെ വിഷയം. ഋഗ്വേദം പരിശോധിച്ചാൽ തന്നെ 100-ലധികം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുവാൻ ചാർവാകന് പോലും സാധിച്ചു എന്ന് പറഞ്ഞാൽ വേദം എത്രമാത്രം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് മനസ്സിലാകും. അത് മതിയാകും ദൈവപ്രോക്ത ഘടനയിലെ ആ അവകാശവാദം പൊളിഞ്ഞു വീഴാൻ. ഋഗ്വേദത്തിൽ സംഭവിച്ചിട്ടുള്ള 3-4 വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഭൂമിയും സ്വർഗവും സൃഷ്ടിച്ചതാരാണെന്ന ചോദ്യത്തിന് ഋഗ്വേദം നൽകുന്ന ഉത്തരം എന്താണ്? ഋഗ്വേദം 10:129 6ഉം 7ഉം പറയുന്നത് ഇപ്രകാരമാണ്: കോ അദ്ധ വേദക ഇഹ പ്രവോചത് കുത ആജാത കുത ഇയം വിസൃഷ്ടി എന്നിങ്ങനെയാണ്. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, കോ അദ്ധ വേദ, ആർക്കാണ് ഇതറിയുന്നത്? ക ഇഹ പ്രവോചത്, ആരാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയതെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? കുത ആജാത കുത ഇയം വിസൃഷ്ടി, എവിടെ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായതെന്നോ കോ വേദ, ആർക്കാണ് അറിയുന്നത്? ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ഇത്ര മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ, ലോകത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ആർക്കും അറിയില്ല എന്നതാണ് വേദം പറയുന്നൊരു ഭാഗം. ഋഗ്വേദം 10:129-7ലും ഇത് തന്നെയാണ് പറയുന്നത്. ഋഗ്വേദം 1:85-1ലും ഇത് തന്നെയാണ് പറയുന്നത്. ആരാണ് സൃഷ്ടികർത്താവെന്ന് അറിയില്ല എന്ന ഒരു നിഷ്കളങ്കമായ ഉത്തരം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്കാണിത് പറയാൻ കഴിയുക? അത് ആർക്കും അറിയില്ലല്ലോ എന്ന് ഋഗ്വേദം ചോദിക്കുന്നത് ഭാഗമാണത്. എന്നാൽ നമുക്ക് ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലത്തിലുള്ള 160-ാം സൂക്തത്തിലെ 4-ാം മന്ത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അയം ദേവാനാം അപസാമപസ്തമോ യോ ജജാന രോദസീ വിശ്വശംഭുവ വിയോമമേ രജസീ സക്രതു യയാജിരേഭി സ്കംഭനേഭി സമാന്യചേ. ദേവന്മാർക്കും ദേവനായ ഇന്ദ്രൻ ഈ സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. നേരത്തെ പറഞ്ഞു വെച്ചത് ആരാണെന്ന് അറിയില്ല എന്നാണ്. ഇവിടെ പറയുന്നു സ്വർഗത്തെയും ഭൂമിയെയും ഇന്ദ്രൻ സൃഷ്ടിച്ചു. മാത്രമല്ല ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഒരിക്കലും തുരുമ്പിക്കാത്ത ദിവ്യങ്ങളായ തൂണുകളും സ്ഥാപിച്ചു. ഇതാണ് മന്ത്രത്തിന്റെ അർത്ഥം. ഇതിൽ വ്യക്തമായി പറയുന്നു, ആ ഋഷി, അതായത് 1-ാം മണ്ഡലത്തിലെ 160-ാമത്തെ സൂക്തം എഴുതിയ ഋഷി പറയുന്നു ഇന്ദ്രനാണ് സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന്. എന്നാൽ 1-ാം മണ്ഡലത്തിലെ തന്നെ 185-ാം സൂക്തം എഴുതിയ ഋഷി പറയുന്നു ആരാണ് ഈ ആകാശത്തെയും ഭൂമിയെയും സ്വർഗത്തെയും സൃഷ്ടിച്ചതെന്നറിയില്ല എന്നാണ്. അപ്പൊ 2 വിരുദ്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞോടെ. ഇതുപോലെ 8-ാം മണ്ഡലത്തിലെ 36-ാം സൂക്തത്തിന്റെ 4-ാം മന്ത്രത്തിലും പറയുന്നുണ്ട് ഇന്ദ്രൻ തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന്. പക്ഷേ 10-ാം മണ്ഡലത്തിന്റെ 82-ാം സൂക്തത്തിന്റെ 1-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ പറയുന്നത് വിശ്വകർമാവാണ് ഈ സ്വർഗത്തെയും ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചതെന്ന് ഈ മന്ത്രത്തിൽ പറയുന്നു. ഇനി ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തെ 90-ാം സൂക്തത്തിലേക്ക് ഒന്ന് പോയി നോക്കൂ. അവിടെ 3-ാമത്തെ മന്ത്രം പറയുന്നത് ഇപ്രകാരമാണ്: ഏതാവാനസ്യ മഹീമാതോ ജ്യായാൻച പുരുഷ എന്ന തുടങ്ങുന്ന മന്ത്രത്തിൽ വിരാട് പുരുഷനാണ് ഈ ആകാശത്തെയും സ്വർഗത്തെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അതിനകത്ത് പറയുന്നു. അതേ മണ്ഡലത്തിൽ തന്നെ, അതായത് 10-ാം മണ്ഡലത്തിലെ മറ്റ്
മറ്റൊരു ഋഷി എഴുതിയ സൂക്തത്തിൽ പറയുന്നു, 10-ാം മണ്ഡലത്തിലെ 110-ാം സൂക്തം. അതിൽ അദ്ദേഹം പറയുന്നത്, ആ ഋഷി പറയുന്നത് ത്വഷ്ടാവാണ് ഈ ഭൂമിയെയും ആകാശത്തെയും എല്ലാം സൃഷ്ടിച്ചത് എന്ന്. ഇമേ ദ്യാവ പൃഥിവി ജനിത്രീ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഒരു മന്ത്രം കൂടി നമുക്ക് നോക്കാം. ഋഗ്വേദത്തിന് തന്നെ 10-ാം മണ്ഡലത്തിലെ 121-ാം സൂക്തത്തിലെ ഋഷി പറയുന്നത്, 121 9-ാം മന്ത്രത്തിൽ ആ ഋഷി പറയുന്നത്, മാനോ ഹിംസി ജനിതായ പൃഥിവ്യ യോവാ ദിവം സത്യധർമാ ജജാന. ആ ഹിരണ്യഗർഭനാണ് പൃഥിവിയെയും സ്വർഗത്തെയും ആകാശത്തെയും ജജാന സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നോക്കുക, സ്വർഗത്തിനും ഭൂമിക്കും സൃഷ്ടാവേ ഇല്ല എന്ന് പറയുന്ന ഋഗ്വേദം അതിന് അനേകം സൃഷ്ടികർത്താക്കൾ ഉണ്ട് എന്ന് ഋഗ്വേദം തന്നെ പല ഭാഗത്തും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവപ്രോക്തമായ ഋഗ്വേദത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ എങ്ങനെ വന്നു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അടുത്ത വൈരുദ്ധ്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. ദേവന്മാർ അനശ്വരന്മാരാണ് എന്നതാണ് വൈദിക സങ്കല്പം. എന്നാൽ ഈ അനശ്വരത ദേവന്മാർക്ക് നൽകിയത് ആരാണ്? ഇമ്മോർട്ടാലിറ്റി നൽകിയത് ആരാണ് എന്ന് ഋഗ്വേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താണ്? പല ഭാഗങ്ങളിലും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. പല ഋഷിമാർക്കും അവരവർക്ക് തോന്നിയ കാര്യങ്ങൾ സൂക്തങ്ങളിലൂടെ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഋഗ്വേദത്തിൽ. വേദങ്ങൾ തമ്മിൽ പോലും ഇതിന് വിവിധങ്ങളായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. യജുർവേദം പറയുന്നതല്ല ഋഗ്വേദം പറയുന്നത്, ഋഗ്വേദം പറയുന്നതല്ല അഥർവവേദം പറയുന്നത്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു കാര്യം, അതായത് ഇമ്മോർട്ടാലിറ്റി നൽകിയത് ആരാണ് എന്ന ചോദ്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അത് ഋഗ്വേദം 4:54-2 പറയുന്നു. 54-ാമത്തെ സൂക്തത്തില് ഋഷി പറയുകയാണ്, 2-ാമത്തെ മന്ത്രം, യജ്ഞികളായ ദേവന്മാർക്ക് ആദ്യമായി അമൃതത്വം നൽകുന്നത് അല്ലയോ സവിതാവേ അങ്ങയാണ്. സവിതാവാണ് ദേവന്മാർക്ക് അമൃതത്വം നൽകുന്നതെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നു. സായണാചാര്യന്റെ വ്യാഖ്യാനവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനകത്തും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കാര്യം. ഋഗ്വേദം 6:7-4 പോയാലോ, ത്വാം വിശ്വേ അമൃതജായമാനം ശിശും ന ദേവ അഭ്യസം ന വന്ദേ എന്ന മന്ത്രത്തിൽ പറയുന്നത് വൈശ്വാനരനായ അഗ്നിഭഗവാനാണ് ഈ പറയുന്ന അമൃതത്വം ദേവന്മാർക്ക് നൽകിയത് എന്നാണ്. 2 വൈരുദ്ധ്യങ്ങളായി കഴിഞ്ഞു. ഇനി 3-ാമത്തെ വൈരുദ്ധ്യം 9-ാം മണ്ഡലത്തിലെ 106-ാം സൂക്തത്തിലെ 8-ാമത്തെ മന്ത്രത്തിൽ നോക്കിയാൽ കാണാം. 106-ാം സൂക്തം എഴുതിയ ഋഷി പറയുന്നു, ഇവരാരുമല്ല ദേവന്മാർക്ക് അമൃതത്വം നൽകിയത്, അവർ അമൃതത്വം നേടിയത് സോമം കുടിച്ചിട്ടാണ്. സോമം കുടിക്കുമ്പോഴാണ് അവർ അമൃതത്വം നേടുന്നത് എന്ന് ഈ ഋഷി പറഞ്ഞു വയ്ക്കുന്നു. എങ്ങനെയുണ്ട്? ഒരേ കാര്യം തന്നെ പല വിധത്തിൽ പല ഋഷിമാർ പല ഭാഗങ്ങളിൽ എഴുതി വെച്ചൊരു ഗ്രന്ഥം മാത്രമാണ് ഋഗ്വേദവും. ഇനിയും പരിശോധിച്ചാൽ ഇതേ രീതിയിൽ അമൃതത്വം നൽകുന്ന പല ഭാഗവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. വിസ്തര ഭയത്താൽ ചാർവാകൻ അത് തൽക്കാലം വിടുകയാണ്. അടുത്തൊരു വൈരുദ്ധ്യം എന്നത് സൂര്യനെ നിർമ്മിച്ചത് ആരാണെന്നൊരു ചോദ്യമാണ്. ഇത് ഋഗ്വേദത്തിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്നുണ്ടായി എന്ന് അഥർവവേദം 19:27-7 പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ കണ്ണുകളിൽ നിന്നാണ് സൂര്യൻ ഉണ്ടായത് എന്ന് യജുർവേദം 31:12 പറയുന്നുണ്ട്. വൃത്രനിൽ നിന്നും ഉണ്ടായതാണ് സൂര്യനെന്ന് അഥർവവേദത്തിൽ 4:10-5 പറയുന്നുണ്ട്. നമുക്ക് ഋഗ്വേദം പറയുന്ന വൈരുദ്ധ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഋഗ്വേദം 2-ാം മണ്ഡലത്തിലെ 12-ാം സൂക്തം എഴുതിയ ഋഷി 7-ാം മന്ത്രത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, സൂര്യനെ ഉണ്ടാക്കിയത് ഇന്ദ്രനാണ്. യസ്യാശ്വാസ പ്രതിശി യസ്യ ഗാവോ എന്ന് പറയുന്ന ഭാഗത്ത് സൂര്യനെ സൃഷ്ടിച്ചത് ഇന്ദ്രനാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ഋഗ്വേദത്തിന്റെ 9-ാം മണ്ഡലം 96-ാം സൂക്തം എഴുതിയ ഋഷി പറയുന്നു 5-ാം മന്ത്രത്തിൽ സോമപവദേ ജനിതാ മദീനാം എന്ന് തുടങ്ങുന്ന ആ മന്ത്രത്തിൽ പറയുന്നത് സോമദേവനാണ് സൂര്യനെ ഉണ്ടാക്കിയത് എന്നാണ്. ഈ പറയുന്ന ഇന്ദ്രനല്ല, സോമദേവനാണ് സൂര്യനെ ഉണ്ടാക്കിയതെന്നതിൽ പറയുന്നു. ഋഗ്വേദത്തിന്റെ 9:42-1 പറയുന്നുണ്ട് സൂര്യനെ ഉണ്ടാക്കിയത് സോമനാണെന്ന്. ഇതാണ് ഋഗ്വേദത്തിന്റെ അവസ്ഥ. അവസാനമായി ഒരു വൈരുദ്ധ്യം കൂടി ചാർവാകൻ പറയാം. ഇന്ദ്രനാണ് ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട ദേവത.
ആ ദേവതയുടെ മാതാപിതാക്കൾ ആരായിരുന്നു എന്നൊരു ചോദ്യം നമുക്ക് ഋഗ്വേദത്തിൽ ചോദിച്ചന്വേഷിച്ചാലോ? എന്താണ് ഉത്തരം കിട്ടുക? ഇവിടെയും ഋഗ്വേദം ഒരു ഉത്തരമല്ല പറയുന്നത്. ഋഗ്വേദം 3-ാം മണ്ഡലത്തിൽ 42-ാം സൂക്തത്തിലെ ഋഷി പറയുന്നു, 2-ാമത്തെ മന്ത്രത്തിലാണ്, കശ്യപനും അദിതിയുമാണ് ഇന്ദ്രന്റെ മാതാപിതാക്കൾ. യജ്ജായധാസ്തദഹരസ്യ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിലും പറയുന്നുണ്ട് കശ്യപനും അദിതിയുമാണ് ഇന്ദ്രന്റെ മാതാപിതാക്കളെന്ന്. ഇനി ഋഗ്വേദത്തിൽ തന്നെ 4-ാം മണ്ഡലത്തില് 17-ാമത്തെ സൂക്തത്തിലേക്ക് ഇന്ന് പോയാൽ അതിനകത്ത് 4-ാം മന്ത്രത്തിലെ ആ ഋഷി പറയുന്നത് ദ്യൗ അഥവാ ആകാശമാണ് ഇന്ദ്രന്റെ പിതാവ് എന്ന്. സുവീരസ്തേ ജനിതാ മന്യത ദ്യൗരിന്ദ്രസ്യ കർത്ത. ആകാശമാണ് ഇന്ദ്രന്റെ കർത്താവ്, ഇന്ദ്രനെ സൃഷ്ടിച്ചത് എന്ന് ആ ഋഷി പറഞ്ഞു വയ്ക്കുന്നു ഋഗ്വേദത്തിൽ തന്നെ 4-ാം മണ്ഡലത്തിൽ. ഇനി ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലത്തിൽ 10-ാമത്തെ സൂക്തം പറയുന്ന ഋഷി 11-ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ആതൂന ഇന്ദ്ര കൗശിക എന്നാണ്. ഇന്ദ്രൻ കൗശികനാണ്. കുശികൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ പുത്രനാണ് ഇന്ദ്രൻ എന്നാണ്. അതായത് ഈ പറഞ്ഞ അദിതിയോ ആകാശമോ അല്ല ഇവിടെ ഇന്ദ്രന്റെ പിതാവ്, കുശികനാണ്. ഇനി ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 90-ാം സൂക്തം എഴുതിയ ഋഷി പറയുന്നത് എന്താണെന്ന് നോക്കാം. 13-ാമത്തെ ഋക്ക് 13-ാമത്തെ മന്ത്രം, വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നാണ് ഇന്ദ്രൻ ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഇന്ദ്രന്റെ പിതാവ് വിരാട് പുരുഷനാണ്, അല്ലാതെ കൗശിക മുനിയല്ല. അതുപോലെ കശ്യപനോ ആകാശമോ അല്ല. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് നേരിട്ടുണ്ടായവനാണ് ഇന്ദ്രൻ. ഇനി ഒരു വൈരുദ്ധ്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് അഥർവവേദത്തിലാണത് പറയുന്നത്. അതും കൂടി ചാർവാകൻ സൂചിപ്പിച്ചേക്കാം. ഇന്ദ്രന്റെ അമ്മയുടെ പേര് അദിതി എന്നല്ല, മറിച്ച് ഏകാഷ്ടക എന്നാണ്. പ്രജാപതിയുടെ പുത്രിയുടെ പേരാണ് ഏകാഷ്ടക. ഏകാഷ്ടകയുടെ മകനാണ് ഇന്ദ്രനെന്നും അഥർവവേദത്തിൽ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏകദേശം 150-ലധികം വൈരുദ്ധ്യങ്ങൾ ചാർവാകന് പോലും ഋഗ്വേദത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയിൽ 4 മാത്രമാണ് ഇവിടെ പറയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള വൈരുദ്ധ്യങ്ങൾ മുഴുവൻ ഇതുപോലെ പറയാൻ എത്ര നാളെടുക്കും എന്ന് ഒരു ഊഹവും ചാർവാകനില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു കാര്യത്തിന് തന്നെ ഇത്രമാത്രം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഋഗ്വേദമെങ്കിൽ അതെങ്ങനെയാണ് ദൈവപ്രോക്തമാകുന്നത്? ഇന്ദ്രൻ എന്ന പ്രധാന ദേവതയുടെ മാതാപിതാക്കളെ പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണ് വേദം അഥവാ ഋഗ്വേദം. എന്നിട്ടാണ് അത് വെച്ചുകൊണ്ട് നമ്മളോട് അവർ പറയുന്നത് ഋഗ്വേദം ദൈവപ്രോക്തമാണ്, അതിനകത്ത് തെറ്റുകളൊന്നുമില്ല, അതിനകത്ത് വൈരുദ്ധ്യങ്ങളില്ലേയില്ല എന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയുക, വേദം എന്നത് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. മായം കലർന്നതാണ് വേദം, മായമല്ല മറിമായം കലർന്നതാണ് വേദമെന്ന് തിരിച്ചറിയുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.